ഹലോ, എല്ലാവർക്കും കൊച്ചിൻ വെച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കണത്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പൊക്കെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ അതിനേക്ക് നമ്മൾ ഒരു 4-5 സവാള സ്ലൈസസ് ആക്കി എടുത്ത് അതൊന്ന് വഴറ്റി കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി, സവാളയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കരുത് മസാല പൗഡർ, സ്പേസ് ഉണ്ടാക്കി നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഒരു ഡാർക്ക് മെറൂൺ കളറാകുമ്പോഴത്തേക്കും അതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാനിവിടെ പഴുത്ത ടൊമാറ്റോ 2 കട്ട് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മസാല ചേർക്കണില്ല, വഴനയില, മറ്റേ കറുകപ്പട്ട അങ്ങനെയൊക്കെയുള്ള മുഴുവനായിട്ടുള്ള മസാലയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് 2 പഴുത്ത ടൊമാറ്റോയും കൂടെ ഇട്ട് അതും മിക്സ് ചെയ്ത് മസാല പൗഡർ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് ഗ്രേവി ഒന്ന് എല്ലാം കൂടെ മിക്സായി ഒന്ന് കൊഴുത്ത് വരണം. അപ്പോഴത്തേക്കും നമ്മൾ പൊട്ടറ്റോ, ഞാനിവിടെ ഒരു മീഡിയം പൊട്ടറ്റോ 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഈ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പൊട്ടറ്റോ ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് വെന്ത് ആ മസാലയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവി എല്ലാത്തിലും നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ചിക്കൻ ഒരിത്തിരി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഗ്രേവി എത്രയും തിക്കായിട്ട് വേണം ലൂസായിട്ട് വേണം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ അതെ, ഉരുളൻകിഴങ്ങും പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് മസാലയെല്ലാം പിടിച്ച് നല്ല കറി കുറുകി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് ദേ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. ചോറും അതിൻ്റെ പുറത്തേക്ക് നമ്മളെ കുമ്പളങ്ങയും മുരിങ്ങയും കൂടെയുള്ള കറിയാണ് കേട്ടോ. കുമ്പളങ്ങയും മുരിങ്ങയും തേങ്ങ അരച്ച കറി, അതും ഇത് അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മോര് കറി ആണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് അച്ചാറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കറികളൊക്കെ ഉണ്ടെങ്കിൽ ലഞ്ച് കുശാലല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കോമ്പിനേഷൻ.